പരുന്ത് വട്ടിട്ട് പറക്കണ പോലെ ഞാൻ ദേ ഒരു പാത്രത്തിന് ചുറ്റും വട്ടിട്ട് കളിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ മക്കളെ? അതൊക്കെ ഞാൻ പറയാം. അതിനായിട്ട് മുപ്പാടുള്ള കാര്യങ്ങൾ പറയട്ടെ. 4-4:30 ആയപ്പോൾ എൻ്റെ ട്യൂഷൻ്റെ പിള്ളേർ വന്നു. ആദ്യം തന്നെ വന്നത് ബോയ്സിൻ്റെ പിള്ളേരാണ് കേട്ടോ വന്നത്. ബോയ്സ് കുട്ടികളാണ് വന്നത്. അതിലേതാ ഒരു ചെറിയൊരു ഗേള് ആവട്ടെ. അതിൻ്റെ പിന്നാലേക്ക് ഇതേ ഗേൾസും വന്നു. പിന്നെ ഗേൾസിന് പൊതുവേ വളയുടെയും മലയുടെയും ക്യൂട്ടക്സിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയും കഥ പറയാണ്ടല്ലോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവർ വന്ന് 1-1.5 മണിക്കൂർ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അവസാനം ഇന്നൊരു ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എൻ്റെ എല്ലാ ട്യൂഷൻ പിള്ളേർ ഇതൊക്കെ ഉണ്ടായിരിക്കും. ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയപ്പോഴാണ് നേരെ മുന്നത്തെ വീട്ടിൽ ചേച്ചി വിളിച്ചിട്ട് ഇനി ഒന്ന് പുറത്തേക്ക് വായി എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോഴോ അതേട്ടാ ബീഫ് കൂട്ടാൻ തന്നൂടാ. അപ്പോൾ ചക്കിട്ടപ്പം മൊയിൽ ചത്തതാണോന്ന് അറിയില്ല. ട്യൂഷൻ കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് ചോറ് വെക്കണല്ലോ കൂട്ടാൻ വെക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ് കയറി വന്നത്. അപ്പോൾ ഈ കൂട്ടാൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചക്കിട്ടപ്പം മൊയിൽ ചത്തതാണെന്ന് അറിഞ്ഞില്ലടാ. ആ സന്തോഷമാണ് ഈ വട്ടത്ത് പറക്കണ പരുന്ത്. മറ്റോൻ കളറ് കണ്ട കുടിക്കട്ടെ 2 അടിച്ചിട്ട്. പഠിപ്പുര വീട്ടിൽ 18-ാം വട്ടത്തിൽ അപ്പൊ ഇത് എന്നിട്ടറിയോ നല്ല മണുണ്ട്. സർബത്താണ്, കലക്കി കുടിക്കട്ടേട്ടാ. അങ്ങനെ ഓസിയിൽ കിട്ടിയ ബീഫ് കൂട്ടാനും കൂട്ടി ചോറും ഉണ്ട്, സർബത്ത് വെള്ളം കുടിച്ച് ഞങ്ങളങ്ങനെ ഉറങ്ങി.